ബി.ജെ.പിയുടെ ഒരു സമന്വിതമായ നേതാവാണ് വരുന്നത്. ഞാൻ എതിർപക്ഷം എന്ന വാക്ക് ഒരു പാർട്ടിയെ പറ്റിയും പറയുന്നില്ല, മറ്റൊരു പക്ഷം എന്ന വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊരു പക്ഷത്തുള്ള സ്ഥാനാർത്ഥികളും ഞാനുമായിട്ടുള്ള ഒരു ഓട്ട മത്സരമൊന്നുമല്ല ഇത് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ്, അവരുടെ ആശയധാര എന്താണ്, കോൺഗ്രസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ് എന്നുള്ള ഒരു ആശയങ്ങളുടെ പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ പാലക്കാടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബോധ്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും അതിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെയൊന്നുമില്ല. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 5 കിലോമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും കടന്നാൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നമുക്ക് പരിചയമുള്ളവരുമൊക്കെയാണ് എന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടായിരിക്കും ജനങ്ങൾ എടുക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, അതിനെക്കുറിച്ച് അത്ര വലിയ ആശങ്കകളില്ല. അവിടുത്തെ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ബി.ജെ.പി ആണ്. ബി.ജെ.പി ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. അത് തന്നെ സാങ്കല്പികം. ശരിയാണല്ലോ. ഞാൻ ഇതിനു മുമ്പും രാഷ്ട്രീയത്തിലുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാമെന്ന് ചോദിക്കാൻ ഞാൻ ഇതിനു മുമ്പില്ലാത്തതുപോലെയല്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതല്ല, ജയിക്കുന്നതിന് മുമ്പും സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പും എല്ലാം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുള്ള ആൾ തന്നെയാണ്. അല്ല, പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും പറയുകയും നമ്മുടെ ഒരു കർത്തവ്യമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നല്ല വികസനം, നമ്മളുടെ കടൽത്തീരം മുഴുവൻ നല്ല ബെഞ്ചൊക്കെ ഒരുക്കി കല്ലിട്ടു. നമ്മൾ ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് മകൻ അമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടും അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടുമൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു സന്തോഷത്തിന്റെ പ്രശ്നമുണ്ട്. മനുഷ്യനാണല്ലോ മാനദണ്ഡം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ക്രൈമുകൾ, ലഹരിയുടെ ഒരു ആധിക്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പലപ്പോഴും എല്ലാവരും വികസനത്തെപ്പറ്റി സംസാരിക്കൂ, വികസനത്തെപ്പറ്റി പറയൂ എന്ന് പറയുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ഓഫ്കോഴ്സ് പറയണം. എല്ലാ കാലത്തും രാജ്യം മുന്നിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യത്തും എല്ലാ പാർട്ടികളും വികസനം എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒപ്പം മനുഷ്യന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ, മനുഷ്യന് ഏറ്റവും കാര്യമായ അവനവന്റെ സന്തോഷം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൊണ്ട് വികസനം മാത്രം ഉയർത്തി കാണിക്കുന്നതിൽ അർത്ഥമല്ല. വികസനത്തിൽ അർത്ഥമില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ മാനസികാരോഗ്യ മേഖല, പലരെയും നമ്മൾ ചോദിക്കുമ്പം ഇപ്പൊ വന്ദന കൊലക്കേസ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, മാനസികാരോഗ്യത്തിന്റെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത് കോടതിയിലെത്തുമ്പോൾ. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ വേണേൽ പറയാം, ഒരു കൊലകളില്ലാത്തൊരു 10 ദിവസം കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഭയം നമുക്ക് വല്ലാതെ ഉണ്ട്. ഞാൻ ചിലപ്പം പറയും, നമ്മൾ ഓടിക്കുമ്പോൾ വല്ല വാഹനമൊക്കെ എവിടെയെങ്കിലും ഒന്ന് വരഞ്ഞാൽ പോലും എൻ്റെ ഡ്രൈവറോട് പറയും, വെറുതെ ആരോടൊന്നും വർത്താനം പറയാൻ പോകണ്ട. ആരാണ് എപ്പോഴാണ് ഒരു പൂള് പുള്ളുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായി നമ്മൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെയെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ, അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. രാഹുൽ ഇറങ്ങുന്ന വെല്ലുവിളി DCC കാര്യമായ പിന്തുണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വലിയ ഞാൻ ചോദിച്ചിട്ട് അടുത്ത 18 ദിവസം നീ രാഹുലിനെ പറ്റി മാത്രം ചോദിക്കുന്നുള്ളൂ. നമ്മൾ മമ്മൂക്കയിലെത്തി കാര്യങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞാൻ ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്തത് അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. താങ്കൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കി സ്ഥാനാർത്ഥികളുടെ തർക്കം നിലനിൽക്കുകയാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ UDF-നെ
ബാധിക്കും? അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ആശങ്കയുണ്ടോ? ഇല്ല, എല്ലാ പാർട്ടിക്കും ഒരുപോലെയാണ്. ഒരുപക്ഷെ ഇത്രയും വിമതരുള്ള, ഇത്രയും തർക്കങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ വേറെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് UDF-നെ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രം പ്രശ്നമല്ല അത്. സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ പ്രചരണമൊക്കെ വരുമ്പോൾ താരങ്ങളെയൊക്കെ താരപ്രചാരകരായി കാണാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടാവുമോ? അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആരെയും അങ്ങനെ നിർബന്ധിച്ച് അവിടെ എനിക്ക് പ്രചരണത്തിന് വരണമെന്നുള്ളത് പറയുന്നില്ല. പിന്നെ സിനിമയിൽ സജീവം എന്ന് പറയുന്ന അത്രയും പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ടെലിവിഷനും വേദിയിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ജില്ലയിൽ മണ്ഡലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുന്നതാണ് തെരഞ്ഞെടുപ്പിന് സമയത്ത്. അപ്പൊ ഇത്തവണ അവിടെ മാത്രം കേന്ദ്രീകരിക്കണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള? അവിടെ തന്നെ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കും. നമുക്ക് വളരെ പരിമിതമായ സമയമല്ല ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം. അവിടെയുള്ള എല്ലാവരെയും ഉള്ള സമയം കൊണ്ട് കാണണമെന്നുള്ളതാണ് ഉദ്ദേശം. കൂടുതൽ ചിത്രതാരങ്ങൾക്കും പിന്നെ ഞാൻ ഒരു കാര്യം ഇതിനിടെ പറഞ്ഞിട്ട്, ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇടയ്ക്ക് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊക്കെ എൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരും. ഞാൻ മമ്മൂക്കയോട് ചോദിക്കുന്നുള്ള പറഞ്ഞതുപോലെ ഇദ്ദേഹം ബാബുച്ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലല്ല രാവിലെ നടക്കാൻ ഇറങ്ങുമ്പം സീലിൻ്റെ പാടും സീലും കയ്യിലെടുത്തുകൊണ്ട് നടക്കും. കാരണം വഴിയിൽ ആൾക്കാർ റേഷൻ കാർഡിൻ്റെ ആവശ്യം പറഞ്ഞാൽ വഴിയിൽ വെച്ച് അത് സീൽ ചെയ്ത് കൊടുത്തും ഒപ്പിട്ട് കൊടുത്ത് നടക്കുന്ന ഒരു കാലം, 90കളിലെ കാലമാണ് പറയുന്നത്. അപ്പം ഒരു 10-30 വർഷക്കാലം ഒരു മണ്ഡലം നോക്കി നടന്ന ബാബുച്ചേട്ടന് പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, എങ്ങനെയാണ് ജനങ്ങളോട് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനേക്കാളും പാലക്കാട് എന്ന് പറയുന്ന എൻ്റെ ജന്മനാടും അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുക. സിനിമയിൽ എത്തുന്ന ആളെ ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് നമ്മുടെ കേരളീയ സമൂഹത്തോളം അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ആശങ്ക ഈ മത്സരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. സിനിമ ഒരു തൊഴിലായിട്ട് അങ്ങ് കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മളൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ ചെയ്യുന്ന ഒരു തൊഴിലായിട്ട് മാത്രമേ എത്രയോ അഡ്വക്കേറ്റുമാർ നിൽക്കുന്നു, ഡോക്ടർമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. അപ്പം അതൊരു ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രം കണ്ടാൽ മതി.